എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇത് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തയ്യാറാക്കിയാലോ. പ്രത്യേകിച്ച് ചൂടുള്ള സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് തന്നെയാണ്. അതിനു മുമ്പ് വീഡിയോ മുഴുവനായിട്ട് കാണുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അര കപ്പ് അളവിൽ കപ്പലണ്ടി ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ വറുത്തെടുത്ത കപ്പലണ്ടിയാണ്. ഞാനിപ്പോൾ തൊലി കളഞ്ഞിട്ടൊന്നുമില്ല, അല്ലാതെ തന്നെയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു 5 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണ്. അപ്പോൾ കുറച്ച് ഹാർഡായിട്ടുള്ള ഡേറ്റ്സ് ആണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ചൂടുവെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. അതിനുശേഷം കുരു മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഡേറ്റ്സ് നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര ഒഴിവാക്കാം. അപ്പോൾ പഞ്ചസാര ഒഴിവാക്കുന്ന സമയത്ത് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആയിട്ട് തന്നെ മാറും. അതുപോലെ ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേറെ ഏത് നട്ട്സോ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സോ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്തൊരു നേന്ത്രപ്പഴം നമുക്ക് നന്നായി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നേന്ത്രപ്പഴത്തിന് പകരം നിങ്ങൾക്ക് റോബസ്റ്റ് പഴം വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേറെ ഏത് പഴം വേണമെന്നുണ്ടെങ്കിലും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ ഇതിന് വേണ്ടിയിട്ട് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ കൊക്കോ പൗഡർ എടുക്കുമ്പോൾ ഏതെങ്കിലും നല്ലൊരു ബ്രാൻഡ് കൊക്കോ പൗഡർ തന്നെ ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 ടീസ്പൂൺ നിറയെ കൊക്കോ പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് അളവിൽ വേണ്ട, അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ട് വരില്ല. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് മധുരമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത്. പക്ഷേ പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡേറ്റ്സ് കൂടുതൽ ചേർത്താൽ മതി. ഞാനിപ്പോൾ 3 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട, എന്തായാലും മധുരം ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ പാല് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക. അതിനുശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. അപ്പോഴായിരിക്കും കൂടുതൽ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരിക. അപ്പോൾ ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് ഒരു 1/2 കപ്പോളം അളവിൽ ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ബാറ്ററായിട്ട് അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ടുള്ളൊരു പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. പക്ഷേ ഇപ്പോൾ കപ്പലണ്ടിയുടെയൊക്കെ ചെറിയ തരികളൊക്കെ പോലെയൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് തന്നെ വരും. ഇപ്പോൾ കണ്ടില്ല, ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ. പക്ഷേ ഇതിപ്പോൾ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ നമുക്ക് ഒരുപാട് തിക്കായിട്ട് ഉള്ളൊരു ഡ്രിങ്കായിട്ടല്ല ഇത് തയ്യാറാക്കിയെടുക്കുന്നത്, കുറച്ച് ലൂസായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പാൽ ഒഴിച്ചു കൊടുക്കണ്ട. ഇനി ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഞാൻ പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ 1/2 ലിറ്റർ പാൽ മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ പാല് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പാസ്ചറൈസ്ഡ് മിൽക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ പിന്നെ ബോയിൽ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് മധുരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരത്തിനുള്ളത് ഞാൻ പറയണില്ല, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി വീണ്ടും ഇതുപോലെ ഞാൻ ഒന്നും കൂടി നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ചൂടുള്ള സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡ്രിങ്ക് തന്നെയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കാവുന്ന നല്ലൊരു ഡ്രിങ്ക് തന്നെയാണ്. ഇനി ഇതിലേക്ക് ഞാൻ അവൽ വറുത്തെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു പാനിലിട്ടിട്ട് അവലൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരും. നമ്മൾ അവൽ പൊടിച്ചെടുക്കുന്ന സമയത്ത്, അതായത് ഇത് കൈ ഉപയോഗിച്ചിട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് പൊടിഞ്ഞ് വരും. ആ ഒരു രീതിയിൽ തന്നെ നന്നായിട്ട് ഇതുപോലെ വറുത്തെടുക്കുക. അപ്പോൾ അവൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് തന്നെ വരും ഈ ഒരു ഡ്രിങ്ക്. ഇത് കഴിക്കുന്ന സമയത്ത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, നേരത്തെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് വറുത്ത കപ്പലണ്ടി കൂടി ചേർത്ത് കൊടുക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് നട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർക്കാം കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഒന്ന് ചേർത്ത് കൊടുക്കണം, കുറച്ച് കളർഫുൾ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്നും നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല, നമുക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയാൻ മറന്നു പോകരുത്. അപ്പോൾ തണുപ്പിച്ചതിന് ശേഷം മാത്രം കുടിക്കാട്ടോ, അതായിരിക്കും കൂടുതൽ നന്നായിട്ട് വരിക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുക്കാം. അപ്പോഴാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് വരും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും, പിന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം മറ്റൊരു വീണ്ടും കാണാം.